കുഞ്ഞെ മോനെ, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. പല പഞ്ചസാരയും അരിയും ഉപ്പും മുളകും ഒക്കെ എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി. മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ, ഞാൻ ഗുരു നാഗാദിവ്യ സൈരന്ത്രി ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാ. അതെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അപ്പോൾ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പണിയാണ് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. ഇതെന്റെ തൊഴിലാണ്, എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പൈസ ഗൂഗിൾ പേ പറയാ? ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് എല്ലാരും ഇത് തന്നെയാണ് മോൻ ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ട്രോളി എടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതിൽ ഞാൻ പറയുന്നതൊക്കെ എൻ്റേതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാ. അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാത്. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. അങ്ങനെയാണെങ്കിൽ കമന്റിന് എന്തിനു ഭയപ്പെടുന്നു? അതായത് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. അതെന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം ഞാൻ കളയാം. അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിക്കുക. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കാണ്. അപ്പൊ ആരും വിശ്വാസമല്ല, അതാണ് സത്യം. വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. അതല്ല ചെറുപ്പം മുതലേ ഓരോരുത്തരെ കാണുന്നുണ്ട്, ദൈവങ്ങളാണ്, ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാരെല്ലാം ഇങ്ങനെ തെളിയിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കുന്നതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ലോ. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കുന്നത്? ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടുപഠിക്കുന്നത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നത്? ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്നെ ദൈവങ്ങളല്ലല്ലോ, എന്റെ പേര് നാഗ സൈരന്ത്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. അല്ല, ആദ്യം അവൻ ചോദിച്ചപ്പോ ദേവിയാണെന്ന് പറഞ്ഞായിരുന്നു. ദേവി മാത്രമാണോ ദേവി ഉള്ളത്? എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോന്ന് ചോദിച്ചത്.
പേരിൽ ദേവി ഉണ്ടോന്നല്ലേ ദേവിയാണ്. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവി അതെ ഞാൻ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവൂല. മോനാവില്ല, വേണ്ട എനിക്കാവില്ല. എല്ലാവർക്കും ഒരുപോലെയാണോ? ഞങ്ങള് നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഇത്? അല്ല ആ കുട്ടി എന്റെ പറയട്ടെ, വീട്ടിൽ ഞാൻ എന്റെ കാര്യം പറയാണ്. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാണ് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ് ഗുരു ദിവ്യ നഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? അത് പേര് മാത്രം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല ദേവി. ആ എന്താണ് കാര്യം എന്ന് പറയണം. കാര്യം പറയണം അല്ലേ? എനിക്കൊരു സംശയമാണ് എന്തുകൊണ്ട്. സംശയം. ഓം നമ ശിവായ 75588759593 ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ? മോനെന്തിനു പൈസ? അല്ല, ഇന്ന് വളരെ രസകര. മോൻ എന്തിനാണ് കാശ്? പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങള് അല്ല, വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോകാം. ആത്മീയ ജീവിതം സമയമായി. പുറത്തിറങ്ങിയിട്ട് പറയാ. ഇവര് എല്ലാവരും കൂടി ആൾദൈവമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ആൾദൈവം അല്ല ആത്മീയ ഒരിക്കലും നിങ്ങളെ